വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവുകയാണ്. എൻ്റെ കസിൻ കിറ്റിയുടെ എൻഗേജ്മെൻ്റ് ആണ്. ആക്ച്വലി എൻ്റെ കസിൻ അല്ല, എൻ്റെ അമ്മയുടെ കസിൻ ആണ്. പക്ഷേ ഏകദേശം സെയിം ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഞാനായാലും ചിന്നു ആയാലും ഒക്കെ തന്നെ ബെറ്റീനെയും കിറ്റീനെയും കസിൻസ് എന്ന് തന്നെയാണ് അഡ്രസ്സ് ചെയ്യാറ്. ആക്ച്വലി ഞങ്ങളുടെ അമ്മമാരുടെ അങ്കിൾസിൻ്റെ മക്കളാണ് ഇവർ രണ്ടുപേരും. ഞാനും ഇവരായിട്ടും അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് ഹെയർ സ്റ്റൈൽ ചെയ്യാനും മുല്ലപ്പൂവൊക്കെ ഒന്ന് വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. കിറ്റിയുടെ കുറേ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഫംഗ്ഷന്. പിന്നെ ഞങ്ങൾ തന്നെ ഏകദേശം എല്ലാ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു. എല്ലാവരും റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഏകദേശം ബ്രൈഡ് ഗ്രൂമും വീട്ടുകാരും എത്താൻ സമയമായെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ താഴേക്ക് പോയി. ഇത്രയും വലിയ ബഹളം ഇവിടെ നടക്കുമ്പോഴും അതിൻ്റെ ഇടയിലൂടെ ഗെയിം കളിക്കുന്ന രണ്ടുപേരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബ്രൈഡ് ഗ്രൂമും വീട്ടുകാരും എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ബ്രൈഡിൻ്റെ കൂടി ഒരു എൻട്രി വാക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഓർഡറിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. ദാ നമ്മുടെ ബ്രൈഡ് ഗ്രൂം എത്തിയിട്ടുണ്ട്. നമ്മുടെ സീനിയേഴ്സ് ഇതവിടെ കല്യാണത്തോടനുബന്ധിച്ചുള്ള കുറച്ച് സീരിയസ് ഡിസ്കഷൻസിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, പല ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ നമ്മുടെ ഫംഗ്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചടങ്ങാണിത്. വരൻ്റെ അമ്മ വധുവിന് മാല ഇട്ട് കൊടുക്കുവാണ്. റിംഗ് എക്സ്ചേഞ്ച് ആയിരുന്നില്ല. ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു കേക്ക് കട്ടിംഗ് ആണ്. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന ഗസ്റ്റ്സ് ഒക്കെ ഫുഡ് കഴിക്കാനിരുന്നു. ഞങ്ങൾ കസിൻസ് അതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള പ്ലാനിലായിരുന്നു. പിന്നെ അതാ കസിൻസിൻ്റെ എണ്ണം കൂടി വന്നു. ഓരോരുത്തരെയും ഇങ്ങനെ ജോയിൻ ചെയ്യാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ 3rd ജനറേഷനിലെയും 4th ജനറേഷനിലെയും ഒക്കെ ഏകദേശം എല്ലാ ആൾക്കാരും നിന്നിട്ടുള്ളൊരു ഫോട്ടോ ആയിരുന്നു അത്. നമ്മുടെ മാരീഡ് ആയിട്ടുള്ള 3rd ജനറേഷനിൽ വരുന്ന എല്ലാ കസിൻ സിസ്റ്റേഴ്സും കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അവരവരുടെ ഹസ്ബൻഡ്സിനെയും കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. പിന്നെതാ ഇല്ലാണ്ടോ എന്റെ മുന്നത്തൊരു വ്ളോഗിൽ മാരേജ് നൈറ്റ് ഇട്ട് വന്നു പോയതിന്റെ സങ്കടം പറയാൻ. അതുണ്ട് ആദ്യം ഫസ്റ്റ് എന്ത് കഴിക്കും നമ്മള്? മന്തി. പിന്നെ പ്യൂർ വെജ്. അപ്പൊ ഈ സാധനം വെജ് കൊണ്ട് വന്നത്
പച്ചക്കറി തിന്നിട്ട് വന്നതാണ് ഇത്. പനീർ മഷ്റൂം കഴിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. കുറച്ച് ഫ്രൈഡ് റൈസും സൈഡ് ഡിഷുകളായിട്ട് ചിക്കൻ ഫ്രൈ, കോളിഫ്ലവർ ഫ്രൈ, ബീഫ്, പ്രോൺസ് ആയിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ബെറ്റി നന്ദുവിൻ്റെ അടുത്തൊരു പ്ലാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ചെക്കനും പെണ്ണും ക്യാമറാമാനും കൂടെ മുജുകുന്ന് കോട്ടയിൽ ടെമ്പിളിൽ പോയിട്ട് അവിടെ കുളത്തിൻ്റെ അടുത്തു നിന്നൊക്കെ ആയിട്ട് ട്രഡീഷണൽ ഷൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങളും കൂടെ അങ്ങ് പോയാലോ എന്നുള്ളൊരു പ്ലാനായിരുന്നു ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വളരെ അടുത്താണല്ലോ. ഒറ്റയ്ക്ക് പോയാ പോരെ. ചിങ്ങപുരം സ്കൂൾ ഗ്രൗണ്ടിന്റെ അവിടെ എങ്ങനെയാണ് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് ദൂരം നടക്കാനുണ്ട്. വന്നോ. ആ മരം കാണുന്നില്ല, അവിടെ ലെഫ്റ്റ് ആണ് ഒരാൾ നടന്നു വരുന്നത്. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തി. എൻ്റെയും വിപിനേട്ടൻ്റെയും ഒരു പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടും ഇവിടെ തന്നെയായിരുന്നു. അതിപ്പോൾ ഒരു 2.5 വർഷമായി കാണും. അതിനുശേഷം പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല. അപ്പോൾ പെട്ടെന്ന് വന്ന സമയത്ത് അന്നത്തെ മെമ്മറീസാണ് മനസ്സിലോട്ട് വന്നത്. അന്ന് എൻ്റെ കൂടെ ചിന്നുവും ബെറ്റിയും ടിറ്റിയും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെയായിരുന്നു അന്നെടുത്ത കുറച്ച് ഫോട്ടോസ്. ഞങ്ങളവിടെ എത്തിയ സമയത്ത് നല്ല തിരക്കായിരുന്നു. ഏകദേശം അവിടെ പടവിലൊക്കെ ആയിട്ട് മുഴുവനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ ഫോണിൽ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ആയിട്ട് ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. കിറ്റിയുടെ ഋത്വിക്കിൻ്റെ ഏകദേശം കപ്പിൾ ഫോട്ടോസൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ ക്യാമറാമാൻ പറഞ്ഞു ഞങ്ങൾ കസിൻസിനെയും കൂടെ ചേർത്തിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് കമ്മലില്ലല്ലോ, എനിക്ക് കമ്മലുണ്ടല്ലോ. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഫോട്ടോഗ്രാഫറൊക്കെ പോയി, ചെറുക്കനും വീട്ടുകാരും പോയി. കുറച്ച് സമയം കൂടെ ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു. ശരിക്കും അറിയാൻ എടുക്കുന്ന കേട്ടോ. ബ്യൂട്ടിഫുൾ പ്ലേസിലാണ് നമ്മളിപ്പോ ആരെ വ്ളോഗിലാണുള്ളത്? അർച്ചന അശോകിന്റെ. ഇനി ഞാനിപ്പോ പുതിയ ചാനൽ തുടങ്ങിയാൽ നിങ്ങൾ അങ്ങോട്ട് വരണേ ഗൈസ്. ഒരിക്കലും പുറത്ത് കമ്മോൺ. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ബെറ്റി എന്റെ കോളേജ്, എന്റെ കോളേജ് ഫുൾ നെയിം പറയൂ. സയ്യദ് അബ്ദുൾ റഹ്മാൻ ബാഫിഖ് തങ്ങൾ മെമ്മോറിയൽ കോളേജ്.
SARBTM. ഗോൾഡ് ബാർ കാഫേ ഗോസിപ്പ് എനിക്കറിഞ്ഞൂടെ അതൊക്കെ പുതിയതാ. അവിടെ വീട്ടിൽ ഞങ്ങൾ തിരിച്ചെത്തി നോക്കുമ്പോൾ ഇഷ്ടംപോലെ ഐസ്ക്രീം ബാക്കി, കോളിഫ്ലവർ ഫ്രൈ ബാക്കി, അങ്ങനെ എന്തൊക്കെയോ കണ്ടത് ഞങ്ങൾ എടുത്ത് കഴിച്ചു. നമ്മുടെ പെണ്ണിന്റെ അച്ഛനാണ് ഈ കട്ടൻ ചായ സപ്ലൈ ചെയ്യുന്ന ആള്. അങ്ങനെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇതാ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്ന വിപിനേട്ടൻ്റെ കൂടെ ബൈക്കിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ നേരത്തെ ഞാൻ ടെമ്പിളിൽ പോയ സമയത്ത് തിരിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്നല്ലാതെ വേറൊരു നിവൃത്തിയില്ല. എങ്ങനെയൊക്കെയോ അവിടെ വരെ എത്തി. വിപിനേട്ടൻ്റെ വീട്ടിലെത്തി നോക്കുമ്പോൾ ഇതാ 2 ഗസ്റ്റുകൾ വിപിനേട്ടൻ്റെ ചേച്ചിയുടെ മക്കളാണ്. ഫോണൊന്നും കിട്ടാണ്ട് ഒരു പാവം ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ടേ അല്ലേ? അങ്ങനെ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇതാ അവസാനിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.